എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂള് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് പോർഷനായിട്ടാണ് നമ്മൾക്ക് ഇതിൽ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെക്ഷന് കോർപ്പറേറ്റ് ഗവേണൻസും സെക്കൻഡ് സെക്ഷന് ബിസിനസ് എത്തിക്സുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോർഷൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് പഠിക്കുന്നത്? ബിസിനസ് എത്തിക്സ് പഠിക്കുന്നത്. അപ്പം നോക്കാം, എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? നമുക്കറിയാം, ആ ഒരു വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു ടേമിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് കോർപ്പറേറ്റ് എന്നും രണ്ട് ഗവേണൻസും. കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ആരാണ്? എൻറ്റിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസ്, ഫേമുകൾ. ദെൻ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ഫേമുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സുകൾ അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തേണ്ടത് ട്രൂത്തായിട്ട് വേണം നടത്താൻ. അതായത് ഒരു സെറ്റ് ഓഫ് റൂൾസസ് ആൻഡ് പ്രൊസീജിയേഴ്സിൻ്റെ ബേസിസിൽ വേണം ഈ കോർപ്പറേറ്റുകൾ അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ? ഗവേൺ ചെയ്യാൻ. അപ്പോൾ ആ സെറ്റ് ഓഫ് റൂൾസസ് ആൻഡ് പ്രൊസീജിയേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതനുസരിച്ച് ആ ഓർഗനൈസേഷനകത്തെ ആക്ടിവിറ്റീസ് ഗവേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റ് ഗവേണൻസിനെ നോക്കി, ആ ഗവേണൻസ് എന്ന് പറയുന്ന വാക്ക് ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ലാറ്റിൻ വേർഡായ ഗുബർ ബെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തത്? കോർപ്പറേറ്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. ആ ഗുബർ ബെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റിയർ, അതായത് ഷിപ്പിൻ്റെ സ്റ്റിയറിങ് പോലെയാണ് ആ ഒരു ഓർഗനൈസേഷനകത്ത് കോർപ്പറേറ്റ് ഗവേണൻസ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേറ്റ് എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വേർഡായ ഗുബർ ബെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അപ്ലൈ സ്റ്റിയറിംഗ് ഓഫ് എ ഷിപ്പ്. ഒരു ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് എങ്ങനെയാണ്? അത് ചലിപ്പിക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്ന ഷിപ്പ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നമ്മൾ ഈ സെറ്റ് ഓഫ് റൂൾസസും പ്രൊസീജിയേഴ്സും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ആ ഓർഗനൈസേഷനകത്ത് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതെന്താണ്? സെറ്റ് ഓഫ് റൂൾസസ് ആൻഡ് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസസ് ആൻഡ് ലോ ആണ്. എന്തിനു വേണ്ടിയാണ്? എങ്ങനെ ഒരു കമ്പനി ഗവേൺ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഏതൊക്കെ റൂളുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ലോ അനുസരിച്ച് കമ്പനീസ് ഗവേൺ ചെയ്യണം അല്ലെങ്കിൽ കമ്പനീസ് റൺ ഔട്ട് ചെയ്യണം എന്ന് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് ഒരു ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റുകൾ ഫോളോ ചെയ്യേണ്ട റൈറ്റ് തിങ്സുകൾ, ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസസ് ആൻഡ് ലോയെ ആര് ഫോളോ ചെയ്യുന്നതാണ്? ഹൗ എ കമ്പനി ഈസ് ഗവേൺ. അതായത് എങ്ങനെയാണ് ഒരു കമ്പനി ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസസും റെഗുലേഷൻസും അല്ലെങ്കിൽ റൂൾസസും ലോസസും ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തിൻ്റെയൊക്കെ ഫ്രെയിം വർക്കാണ് അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഔട്ട്ലൈൻ ആണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഫ്രെയിം വർക്ക് ഓഫ് ലോയ്, ദെൻ റെഗുലേഷൻസ്, സിസ്റ്റം ആൻഡ് പ്രോസസ്സ്. ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ്. എന്തൊക്കെയുണ്ട് അതിനകത്ത്? ഒന്ന് ഫ്രെയിം വർക്ക് ഓഫ് അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഓഫ് റൂൾസസ്, ദെൻ റെഗുലേഷൻസ്, സിസ്റ്റം ആൻഡ് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? വിച്ച് ഈസ് അതോറിറ്റീസ് എക്സിക്യൂട്ടഡ് ആൻഡ് കൺട്രോൾഡ് ഇൻ കോർപ്പറേഷൻ. ഈ പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് ഫ്രെയിം വർക്കുകളൊക്കെ കറക്റ്റ് അതോറിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുകയും അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി തന്നെ ആ ഓർഗനൈസേഷനകത്ത് അത് എന്ത് ചെയ്യുകയും വേണം? ഗവേൺ ചെയ്യുകയും വേണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഗൈഡ് ഡയറക്ഷൻസ്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. അതായത് ഈ സെറ്റ് ഓഫ് റൂൾസുകൾ അല്ലെങ്കിൽ ആ ഫ്രെയിം വർക്ക്, എന്തിൻ്റെയൊക്കെ ഫ്രെയിം വർക്ക്? ആ പ്രിൻസിപ്പിൾസിൻ്റെയും പോളിസീസിൻ്റെയും പ്രാക്ടീസിൻ്റെയും ഫ്രെയിം വർക്ക് അനുസരിച്ച് ഇതെല്ലാം ആർക്ക് ഗൈഡൻസ് കൊടുക്കുകയാണ്? ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് ഗൈഡൻസ് കൊടുക്കുകയാണ്. എന്തിനുള്ള ഗൈഡൻസാ? ടു കൺട്രോൾ
ടു ഡയറക്റ്റ് ടു മാനേജ്മെൻറ്റ് ടു മാനേജ് എ കമ്പനി ആക്ടിവിറ്റീസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത്? ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോർപ്പറേറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. ലാറ്റിൻ വേർഡിന് മീനിങ് എന്തുവായിരുന്നു? ഗുബർ ബെയർ, വിച്ച് മീൻസ് സ്റ്റിയർ, ടു സ്റ്റിയർ, ലൈക്ക് സ്റ്റിയറിംഗ് ഓഫ് എ ഷിപ്പ്. അതാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൂൾസസ് ആൻഡ് ലോസസ് ഹൗ എ കമ്പനി ഈസ് ഗവേൺഡ്. അതാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്, അതിനകത്ത് എന്തൊക്കെയുണ്ട്? സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്തിനു വേണ്ടി? ദാറ്റ് ഗൈഡ് ദ കമ്പനി, എന്തിനു വേണ്ടി? ഡയറക്ഷൻസ്, കൺട്രോൾ ആൻഡ് മാനേജ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. അതാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് നമുക്ക് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. ഇറ്റ് എൻകംഫോഴ്സ് ദ റിലേഷൻഷിപ്പ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആൾക്കാർ തമ്മിലുള്ള ഓർഗനൈസേഷനകത്ത് വരുന്ന ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റി എമംഗ് ആരാ? വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇവരോടൊക്കെ ആ ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കണം? റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതിനെ നമ്മൾ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞ്? ഇറ്റ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഇറ്റ് എൻകംഫോഴ്സസ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? റിലേഷൻഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ആരോടാ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്. ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. ആ പോയി നോട്ട് ചെയ്തോണം. ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ബേസിക് എയിം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എൻഷുവർ ട്രാൻസ്പെറൻസി. എന്ത് ഉറപ്പ് വരുത്തണം? ട്രാൻസ്പെറൻസി ഉറപ്പ് വരുത്തണം. എന്ന് വെച്ചാൽ അവിടെ എല്ലാ കാര്യങ്ങളും ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ആ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെ എന്ത് ഉറപ്പ് വരാം? ട്രാൻസ്പെറൻസി. അറിയാം, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാൽ അപ്പുറവശം കാണണം എന്ന് വെച്ചാൽ ഹിഡൻ ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എല്ലാ ആക്ടിവിറ്റീസും ട്രാൻസ്പെറൻ്റ് ആകണം. ദെൻ അക്കൗണ്ടബിലിറ്റി മീൻസ് ആൻസറബിൾ ആയിരിക്കണം. ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും മാനേജ്മെന്റ് എന്തായിരിക്കണം? ആൻസറബിൾ ആയിരിക്കണം. തിരിച്ചും അതുപോലെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും മാനേജ്മെന്റിനോടും എന്തായിരിക്കണം? ആൻസറബിൾ ആയിരിക്കണം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായിരിക്കണം? സത്യസന്ധമായിരിക്കണം, ഫെയർനെസ് ആയിരിക്കണം. ആൻഡ് എത്തിക്കൽ കണ്ടക്ട് വിത്തിൻ ആൻ ഓർഗനൈസേഷൻസ്. ഇതാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ്? മേ ബി തന്നിട്ട് അതിൽ ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലാതെ വരുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ മേ ബി ക്വസ്റ്റ്യൻസ് വരാം. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? ഒന്ന്, ടു എൻഷുവർ ട്രാൻസ്പെറൻസി. എന്തുറപ്പ് വരുത്തണം? ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യണം. ദെൻ ആക്ടിവിറ്റീസ് എല്ലാ കാര്യത്തിനോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ്മെന്റ് ആയാലും സ്റ്റേക്ക് ഹോൾഡർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം, മീൻസ് ആൻസറബിൾ ആയിരിക്കണം. എല്ലാ ആക്ടിവിറ്റീസും എന്തായിരിക്കണം? ഫെയർനെസ് ആയിരിക്കണം. ബിസിനസ്സിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എത്തിക്കൽ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ആക്ടിവിറ്റീസ് ക്യാരി ഡൗൺ ചെയ്യാൻ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ എയിം എന്ന് പറയുന്നത്. ഇത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഹു ഈസ് ദ ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫാദർ ആരാണ്? സർ അഡ്രിയാൻ കാഡ്ബറി ആണ് ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ആരാണ് ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? അഡ്രിയാൻ കാഡ്ബറി. ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അഡ്രിയാൻ കാഡ്ബറി റിപ്പോർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഹു ഈസ് ദ ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? ആരാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫാദർ? അഡ്രിയാൻ കാഡ്ബറി. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. മേ ബി ഡെഫിനിഷൻ തന്നിട്ട് ഈ ഡെഫിനിഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചേക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ദ വേ ഇൻ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. അതായത് ഏത് വേ അല്ലെങ്കിൽ ഏത് പാർട്ടി കൂടെയാണ് ഒരു കമ്പനീസ് അവരുടെ ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ആൻഡ് കൺട്രോൾഡ് ചെയ്യുന്നത്. ആ ആക്ടിവിറ്റീസിനെ എന്തെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. 1992
അദ്ദേഹം ആ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്. 1992 എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതാണ് 1992. ആ പബ്ലിഷ് ചെയ്തപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഡെഫിനിഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ദ വേ ഇൻ വിച്ച് കമ്പനി ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. ആരാണ് ആ ഡെഫിനിഷൻ കൊണ്ടുവന്നേക്കുന്നത്? അഡ്രിയാൻ കാഡ്ബറി. ഹു ഈസ് അഡ്രിയാൻ കാഡ്ബറി? ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. വർഷം എന്നാണ് 1992 ആണ്. അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്? വേ ഇൻ വിച്ച് കമ്പനി ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. അതാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? അഡ്രിയാൻ കാഡ്ബറി, ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. വർഷം എന്നാണ് 1992 ആണ് വന്നേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ നമുക്ക് വേണം ഇതിനെ പറയാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സെറ്റ് ഓഫ് റൂൾസ്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഫ്രെയിം വർക്കുകളാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? റൂൾസിൻ്റെ, ദെൻ സെറ്റ് ഓഫ് സിസ്റ്റം ഓഫ് റൂൾസ്, പ്രാക്ടീസസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് ദ കമ്പനി ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോർപ്പറേറ്റിനകത്ത് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ചെയ്യണം ആൻഡ് കൺട്രോൾ ചെയ്യണം. ഏതിൻ്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ റൂളുകൾ, ബേസ്ഡ് ഓൺ പ്രൊസീജിയർ മീൻസ് പ്രാക്ടീസുകൾ, ദെൻ ബേസ്ഡ് ഓൺ പ്രോസസ്സ്. ഇതുവഴി ഈ കോൺസെപ്റ്റ് എല്ലാം വഴി ഒരു കമ്പനീസിലെ ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും വേണം. അതുകൂടാതെ ഓൾസോ എയിമിങ് ടു ബാലൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരുടെ ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണം? എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്ത് പോവുകയും വേണം. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി മീൻസ് സൊസൈറ്റി ഉണ്ട്. അതുകൂടാതെ ടു എൻഷുവർ എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ ലോങ് ടേം വാല്യൂ ക്രിയേഷൻസ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിരിക്കണം ആ റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ആ കമ്പനി എത്തുമ്പോൾ, അതിനകത്ത് ആ ഒരു പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്താൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്തിൽ കൂടെ ആകണമെന്ന് ഉറപ്പ് വരുത്തണം? ത്രൂ എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ വേയിൽ കൂടെ ആണോ എന്ന് എൻഷുർ ചെയ്യണം. ഇതിനെയൊക്കെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സും പഠിക്കാം. എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇൻക്ലൂഡ് റൂൾസസ്, പ്രാക്ടീസസ് ആൻഡ് പ്രോസസ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ കമ്പനി. അതാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് എയിം ടു ബാലൻസിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് പോകണം? ബാലൻസ് ചെയ്ത് പോകണം. മൂന്നാമത്തെ ഫീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓൾ ദ ആക്ടിവിറ്റീസ് ഷുഡ് ബി ക്യാരി ഡൗൺ ഓൺ ദ ബേസിസ് ഓഫ് എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ ലോങ് ടേം വാല്യൂ ക്രിയേഷൻസ്. അതിനകത്ത് എല്ലാ ആക്ടിവിറ്റീസും ഏതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കണം? ബേസ്ഡ് ഓൺ എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ ആക്ടിവിറ്റീസിൻ്റെ ബേസിസിലായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷനകത്ത് എന്ത് ചെയ്യേണ്ടത്? ആക്ടിവിറ്റീസ് ക്യാരി ഡൗൺ ചെയ്യുന്നത്. ഇതിനെയൊക്കെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു കോൺസെപ്റ്റിൽ ഓർത്ത് വെക്കേണ്ടതെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡ് ഗുബർ ബെയർ വിച്ച് മീൻസ് എന്താണ്? ടു സ്റ്റിയർ. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റൂൾസസ്, പ്രൊസീജിയേഴ്സ്, പ്രോസസ്സ് ആൻഡ് പ്രാക്ടീസ്. ഇതെല്ലാം എന്താണ്? ഒരു കമ്പനി ഡയറക്റ്റ് ചെയ്യുന്നു ആൻഡ് കൺട്രോൾഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ എൻഷുവർ ടു ബാലൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കോൺസെപ്റ്റ് എന്താണ്? ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ആരാണ് ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? അഡ്രിയാൻ കാഡ്ബറി. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഡെഫിനേഷൻ എന്തുവായിരുന്നു? ദ വേ ഇൻ വിച്ച് കമ്പനി ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. വർഷം എന്താണ്? 1992. ഇത് ഇത്രയുമാണ് ആ ഒരു ഏരിയാസ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഓർത്ത് വെക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, നേച്ചർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ കുറേ മീനിങ്സ് പഠിച്ചതിനകത്തുനിന്നൊക്കെ നമുക്ക് നേച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ നേച്ചറാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് വരുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ. എന്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും? പ്രിൻസിപ്പിള്, റൂൾസ്, റെഗുലേഷൻസ്, ലോയ്, പ്രാക്ടീസ് ആൻഡ് പ്രോസസ്സ്. ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ദാറ്റ് എ ബിസിനസ് ഈസ് അക്കൗണ്ടബിൾ. ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു റൂൾസിൻ്റെ ബേസിസിലെല്ലാം ആ ബിസിനസ് ആക്ടിവിറ്റീസ് എന്തായിരിക്കണം?
അക്കൗണ്ടബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ആൻസറബിൾ ആയിരിക്കണം. ആരോടാ? ഫോർ ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സപ്ലയേഴ്സ്, പിന്നെ കസ്റ്റമേഴ്സ്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ്, ഇവരോടെല്ലാം ആ കമ്പനി എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കും? ആൻസറബിൾ ആയിരിക്കണം. ഏതിൻ്റെ ബേസ്ഡാ? ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പോളിസി അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ്. ഇതിൻ്റെയൊക്കെ ബേസിസിൽ ആ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ ആരോട് ആൻസറബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ആരോട് അക്കൗണ്ടബിൾ ആയിരിക്കണം? സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിരിക്കും. അവർ ചെയ്യുന്ന ഓരോ ആക്ഷനിലോടും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനോടും എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ആൻസറബിൾ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് നേച്ചർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് ഹൈലൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എങ്ങനത്തെ ആക്ടിവിറ്റീസിനായിരിക്കണം? എത്തിക്കൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണം എന്ത് കൊടുക്കാൻ? ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടും അതുപോലെ തന്നെ എത്തിക്കൽ ആക്ടിവിറ്റീസിനും വേണം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് കൊടുക്കാൻ? ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ CSR എന്ന് പറയും. എന്താണ് ഫുൾ ഫോം? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് കോർപ്പറേറ്റുകൾ സൊസൈറ്റിയോട് കാണിക്കേണ്ട പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് പ്രോഫിറ്റ് ജനറേഷൻ മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിനോടൊപ്പം തന്നെ അവർ അതിൻ്റെ ആ കിട്ടുന്ന പ്രോഫിറ്റിന് അത് കുറേ പെർസെൻറ്റേജ് വരുന്നുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ഏതൊക്കെ കമ്പനീസാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ ടേൺ ഓവർ, കമ്പനീസിൻ്റെ ടേൺ ഓവർ അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാണ് ഇത്ര എമൗണ്ട് അവർ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം? CSR ആക്ടിവിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതായത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സുകൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ കുറച്ച് പെർസെൻറ്റേജ് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുക. അതായത് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന സൊസൈറ്റിയിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കുക? എഡ്യൂക്കേഷൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഹൗസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക. അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? ഒരു CSR ആക്ടിവിറ്റീസാണ്. ഓരോരോ കമ്പനീസ് ഫോളോ ചെയ്യുന്ന CSR ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഹൈലൈറ്റ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യത്തിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്? ഒന്ന് എത്തിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എത്തിക്സിനും, രണ്ടാമത് എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനും വേണം ആര് ഹൈലൈറ്റ് ചെയ്യാൻ? കോർപ്പറേറ്റ് ഗവേണൻസുകൾ ഹൈലൈറ്റ് ചെയ്യാൻ. ദെൻ മൂന്നാമത്തെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ഓഫ് എന്തിൻ്റെയൊക്കെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഫ്രെയിം വർക്കാണ്? റൂൾസ് ആൻഡ് പ്രാക്ടീസ്. ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ബൈ വിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ടു എൻഷുർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് റെസ്പോൺസിബിലിറ്റി ആണ് അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണെന്ന് അക്കൗണ്ടബിലിറ്റി ആണ്, മീൻസ് ആൻസറബിൾ ആണ്, ഫെയർനെസ് ആണ് ആൻഡ് ട്രാൻസ്പെറൻസി ഉണ്ട്. ആരുമായിട്ടാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ദെൻ അക്കൗണ്ടബിൾ ആയിരിക്കണം, ഫെയർനെസ് ആയിരിക്കണം എന്നൊക്കെ ഉറപ്പ് വരുത്തുക ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ജനറേഷൻ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ എത്തിക്കൽ ആക്ടിവിറ്റീസും അവർ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് ജനറേഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പല ഇൻവെസ്റ്റേഴ്സും കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റബിലിറ്റി മാത്രമല്ല നോക്കുന്നത്, അവരുടെ ബാക്കിയുള്ള അതർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CSR പോലെയുള്ള ആക്ടിവിറ്റീസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പം അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഓർഗനൈസേഷനകത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം, ഫെയർനെസ് ആയിരിക്കണം, ദെൻ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം. ആരോട്? സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എൻഷുർ ചെയ്യുക എന്നുള്ളത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു സെറ്റ് ഓഫ് റൂൾസസ് ആൻഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ എന്ത് സെറ്റ് ചെയ്യണം? ഒരു ഫ്രെയിം വർക്ക്, റൂൾസസിനെയും പ്രാക്ടീസിനെയും ബേസിസിലുള്ള ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യണം. അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്.
അപ്പം ആദ്യത്തെ 3 എണ്ണമാണ് നമ്മളിപ്പോൾ നേച്ചറിൽ പഠിച്ചത്. ഒന്നാമത്തെ എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തായിരിക്കും? പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ അത് ആ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല അതിനകത്ത് വരുന്നത്. അതിനകത്ത് പോളിസീസ് വരും, റൂൾസുകൾ വരുന്നുണ്ട്, പ്രൊസീജിയർ വരുന്നുണ്ട്, ലോ ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ആണ്. ആ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിൽ വേണം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും ആൻസറബിൾ ആയിരിക്കണം അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം. ആരോടാ? സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്. ദെൻ രണ്ടാമത്തെ നേച്ചർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്തിനൊക്കെ ഹൈലൈറ്റ് അല്ലെങ്കിൽ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? എത്തിക്സ് ആൻഡ് CSR ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ മൂന്നാമത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രെയിംവർക്ക് ഓഫ് റൂൾസസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് നമ്മൾ കാണിക്കുന്ന ആക്ടിവിറ്റീസ് ട്രാൻസ്പെറൻ്റ് ആണോ, ഫെയർനെസ് ആണോ, അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ അടുത്ത നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ്. ഇത് നമ്മൾ മുമ്പ് മീനിങ് പറഞ്ഞതാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? സെറ്റ് ഓഫ് പ്രോസസ്സ്, പ്രാക്ടീസ്, പോളിസി ആൻഡ് ലോ റൂൾസസ് വരുന്നുണ്ട്. അഫക്റ്റിംഗ് ബൈ ദ ബിസിനസ് ഈസ് ഡയറക്റ്റഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾ. ഈ ഒരു പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിൻ്റെ ബേസിസിൽ വേണം ബിസിനസ്സിനകത്തെ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാൻ? ഡയറക്റ്റ് ചെയ്യാൻ, ദെൻ മാനേജ് ചെയ്യാൻ ആൻഡ് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ബിസിനസ്സിനകത്തെ എല്ലാ ആക്ടിവിറ്റീസും മീൻസ് ഫങ്ഷൻസ് വരുന്ന എല്ലാ ഫങ്ഷൻസും എന്തിനെ ബേസ് ചെയ്തായിരിക്കണം? ബേസ്ഡ് ഓൺ റൂൾസസ്, പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പിൾസ്, ദെൻ പ്രാക്ടീസ്, പ്രോസസ്സ് ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കണം. അത് എൻഷുർ ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ദ കമ്മിറ്റ്മെൻറ്റ് ടു വാല്യൂസ്. നമ്മൾക്ക് ആ ഒരു കമ്പനിക്ക് ആരോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം? വാല്യൂസ് എന്ന് വെച്ചാൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. കമ്മിറ്റ്മെൻറ്റ് ടു വാല്യൂസ് ആൻഡ് ബിസിനസ് കണ്ടക്ട്. ആ ബിസിനസ്സിനകത്തെ ഓരോ ആക്ടിവിറ്റീസിനകത്തും അതുപോലെ ബിസിനസ്സിനകത്ത് വരുന്ന ഓരോ വാല്യൂ ക്രിയേഷനോടും ആ കമ്പനിക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റ്മെൻറ്റ് ടു വാല്യൂസ് ആൻഡ് ബിസിനസ് കണ്ടക്ട് ആണ്. അങ്ങനെയും ചോദിക്കാം. That is the commitment to values and business conduct എന്ന് ചോദിച്ചാൽ എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. Then corporate governance define the relationship between company's management, its board, shareholders and other stakeholders. ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ റൂൾസസും റെഗുലേഷൻസും മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്? റിലേഷൻഷിപ്പും റെസ്പോൺസിബിലിറ്റീസും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനീസ് മാനേജ്മെൻറ്റ്, കമ്പനീസിൻ്റെ മാനേജ്മെൻറ്റും കമ്പനീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും ബാക്കിയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? കമ്പനീസ് മാനേജ്മെൻറ്റ്, then board means board of directors, shareholders and other stakeholders. അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. ദ റോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റോൾ നമ്മൾ മുമ്പേ പറഞ്ഞത് ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നായിരുന്നു. എന്തൊക്കെയാണ്? അക്കൗണ്ടബിൾ ആണോ എന്ന് എൻഷുർ ചെയ്യുക, ആക്ടിവിറ്റീസ് ഫെയർനെസ് ആയിട്ടാണോ നടത്തുന്നത്, എത്തിക്കലായിട്ടാണോ നടത്തുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആണോ, റെസ്പോൺസിബിൾ ആണോ, അതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന വാട്ട് ആർ ദ റോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റോളുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ റോൾ എന്താണ്? സെറ്റിംഗ് റൈറ്റ് ഗോൾ. അതായത് ഫസ്റ്റ് എന്ത് സെറ്റ് ചെയ്യണം? ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോള് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. സെറ്റിംഗ് റൈറ്റ് ഗോള്. ദെൻ സെലക്ടിങ് റൈറ്റ് പാത്ത്. ആദ്യം ഗോള് സെറ്റ് ചെയ്യുക, ദെൻ നല്ലൊരു പാത്ത്, അതായത് ആ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസിലേക്ക് എത്താൻ വേണ്ടി എത്തിക്കൽ ആക്ടിവിറ്റീസ് വെച്ച് ആ ഗോളിലേക്ക് എത്തുക. അതാണ് സെലക്ടിങ് റൈറ്റ് പാത്ത് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ആ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാം.
ബൈ ത്രൂ എത്തിക്കൽ വേ മീൻസ് റൈറ്റ് ആയിട്ടുള്ള വേയിൽ കൂടെയും പറ്റും, അതുപോലെ റോങ് ആയിട്ട്, അതായത് ടാക്സുകൾ കൊടുക്കാതെ നമ്മൾ ഹിഡൻ ചെയ്യുക, അല്ലെങ്കിൽ മാൽ പ്രാക്ടീസുകളൊക്കെ കാണിച്ചുകൊണ്ട്, പല മാൽ പ്രാക്ടീസുകൾ കാണിച്ചുകൊണ്ട് ടാക്സ് റേറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ പല പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി പല മാൽ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെലക്ടിങ് റൈറ്റ് പാത്താണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് പാത്തിൽ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എന്ത് അക്യൂർ ചെയ്യാൻ, ഗോൾസ് അക്യൂർ ചെയ്യാൻ. ദെൻ മേക്കിംഗ് റൈറ്റ് ഡിസിഷൻ, എടുക്കുന്ന ഡിസിഷൻ എന്ത് തന്നെ ആയിരിക്കണം, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആവണം. അതുപോലെ ഡൂയിങ് റൈറ്റ് ആക്ഷൻസ്, ചെയ്യുന്ന ആക്ഷൻസ് മീൻസ് ആക്ടിവിറ്റീസും എന്ത് തന്നെയായിരിക്കണം, റൈറ്റ് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് വേണം ചെയ്യാൻ. എന്തിനു വേണ്ടിയാ, ടു എൻഷുർ ഹോണസ്റ്റി ആൻഡ് ഫെയർനെസ് ഇൻ ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ്സിനകത്തെ ആക്ടിവിറ്റീസ് എല്ലാം എങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടിയാ, ഹോണസ്റ്റ് ആൻഡ് ഫെയർനെസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റോളുകളൊക്കെ എവിടെ ഫോളോ ചെയ്യേണ്ടത്, കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ റോളുകളാണ് കോർപ്പറേറ്റ് ഗവേണൻസിന് വരേണ്ടത്? ഒന്ന്, സെറ്റിംഗ് റൈറ്റ് ഗോളുകൾ അല്ലെങ്കിൽ റൈറ്റ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. രണ്ടാമത്, സെലക്ടിങ് റൈറ്റ് പാത്ത്, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള പാത്ത് സെലക്ട് ചെയ്യുക. ദെൻ മേക്കിംഗ് റൈറ്റ് ഡിസിഷൻ, കറക്റ്റ് ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഡൂയിങ് റൈറ്റ് ആക്ഷൻസ്, കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുക. എന്തിനു വേണ്ടിയാ, ടു എൻഷുർ ഹോണസ്റ്റി ആൻഡ് ഫെയർനെസ് ഇൻ ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ്സിനകത്ത് എല്ലാ ആക്ടിവിറ്റീസും ഹോണസ്റ്റ് ആൻഡ് ഫെയർനെസ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയൊക്കെ വേണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അത് ഓർത്തോളം. റോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്: സെറ്റിംഗ് റൈറ്റ് ഗോള്, സെലക്ടിങ് റൈറ്റ് പാത്ത്, മേക്കിംഗ് റൈറ്റ് ഡിസിഷൻ, ഡൂയിങ് റൈറ്റ് ആക്ഷൻസ്. അതാണ് എന്തെന്ന് പറയുന്നത്, റോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ പറയുമ്പം ഈ കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേറ്റ് തന്നെയല്ലേ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനകത്ത് എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റ് എഫിഷ്യൻ്റായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരാമേ. അപ്പം അതിൻ്റെ ഒരു കമ്പാരിസൺ പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസും മാനേജ്മെൻറ്റ് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമുകളാണ്. എന്താ നോക്കിയാൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് മീനിങ് ആണ്. എന്താ കോർപ്പറേറ്റ് ഗവേണൻസ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് എന്താ ഉണ്ട്, സെറ്റ് ഓഫ് റൂൾസസ്, then practice and process by the company is directed and controlled. അതായത് ഈ പറഞ്ഞിട്ടുള്ള പോളിസീസിൻ്റെയും പ്രാക്ടീസിൻ്റെയും റൂൾസിൻ്റെയൊക്കെ ബേസിസിൽ വേണം കമ്പനിക്കകത്തെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ, ഡയറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ. അതാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ എന്താ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ഓഫ് റൂൾസസ്, പ്രാക്ടീസ്, പോളിസീസ് എക്സെട്ര ബൈ വിച്ച് എ കമ്പനി ഈസ് കൺട്രോൾഡ് ആൻഡ് ഡയറക്റ്റഡ്. അതാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയും. എന്നാൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഫങ്ഷൻസ് ആണ് വരുന്നത്. ഏതൊക്കെ ഫങ്ഷനാ, നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ, ഓർഗനൈസിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെയുള്ള പ്രോസസ്സ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ് എന്തിൻ്റെ, റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അതായത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്. അത് മോണിറ്ററി റിസോഴ്സസും കാണും, നോൺ മോണിറ്ററി റിസോഴ്സസും കാണും. അതായത് ഹ്യൂമൻ റിസോഴ്സസും കാണും, ഫിനാൻഷ്യൽ റിസോഴ്സസും കാണും. ഈ പറഞ്ഞിട്ടുള്ള രണ്ട് റിസോഴ്സസിനെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അക്യൂർ ചെയ്യാൻ വേണ്ടി റിസോഴ്സസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, മീൻസ് എങ്ങനെ അത് പ്ലാൻ ചെയ്യണം, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അതെങ്ങനെ അതിനെ ലീഡ് ചെയ്യണം, അതെങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന ടേമാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ്. അവിടെ റിസോഴ്സസിൻ്റെ കാര്യങ്ങൾ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അവിടെ ബേസ്ഡ് ഓൺ റൂൾസ്, ഇന്ന റൂള് അന്നൊന്നും പറഞ്ഞിട്ടില്ല, പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഇന്ന ആ ഒരു പ്രൊസീജിയേഴ്സിൽ കൂടെ പോകണമെന്നേ ഉള്ളൂ. എന്നാൽ കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ഓർഗനൈസേഷനകത്ത് വരുന്ന A to Z കാര്യങ്ങളും എങ്ങനെയൊക്കെ ഒരു എത്തിക്കലായിട്ട് എങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ്. മാനേജ്മെൻറ്റിനകത്ത് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണ്, ആ റിസോഴ്സസിനാണ്. മീൻസ് ഹ്യൂമൻ റിസോഴ്സസും ഫിനാൻഷ്യൽ റിസോഴ്സസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ് പ്രൈമറി ഫോക്കസ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ എവിടാണെന്ന്.
കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എവിടെയാണ്? ഓർഗനൈസേഷൻ, അത് ആക്ടിവിറ്റീസ് മീൻസ് ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം? റൂൾസസിൻ്റെയും ലോയുടെയും അനുസരിച്ച്, റൂൾസസും പ്രൊസീജിയേഴ്സും അനുസരിച്ചായിരിക്കണം. ഓവർസൈറ്റ് ആൻഡ് സ്ട്രാറ്റജിക് ഡയറക്ഷൻസ് ഓഫ് എ കമ്പനിയാണ്. എന്നാൽ മറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആൻഡ് എക്സിക്യൂഷൻസ് ആണ്. മാനേജ്മെൻറ്റ് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് അപ്പോൾ ആ ഒരു കമ്പനിയുടെ ആ ഒരു മീൻസ് ആ ഒരു എൻ്റെ ലൈഫ് വരെ, അല്ലെങ്കിൽ ആ പ്രോഫിറ്റബിലിറ്റി ജനറേറ്റ് ചെയ്യുന്നിടം വരെ ആയിരിക്കും അവർ ആ ഒരു ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസസ് ഫോളോ ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റബിലിറ്റി അക്യൂർ ചെയ്ത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ കുറച്ചും കൂടെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടെ അവർ എന്ത് ചെയ്യും? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയാണ് ഓരോ സ്ട്രാറ്റജീസ് അനുസരിച്ചിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കമ്പനീസ് കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഡേ ടു ഡേ ഓപ്പറേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇന്ന് ചെയ്തു, ഇന്നിപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്തു, ദെൻ നാളെ ചെയ്യാൻ പോകുന്നത് ഐഡൻറ്റിഫൈ ചെയ്ത ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം അവർ ഓരോ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, മാനേജ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസും അതനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ഇപ്പം ആദ്യം ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? റിക്രൂട്ട്മെൻറ്റ് നടത്തി ഒരാൾക്കാരെ എടുത്തു, അത് ഇന്ന് നടത്തിയ പ്രോസസ്സാണ്. അടുത്ത ദിവസം ചെയ്യുന്ന ആ റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അവർക്ക് ഓരോ സ്ട്രാറ്റജീസാണ് അവർ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. എന്നാൽ കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് അങ്ങനെയല്ല. ആ പ്രോഫിറ്റബിലിറ്റി അക്യൂർ ചെയ്യുന്നതിനനുസരിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടേൺ ഓവർ വാല്യൂസ് അല്ലെങ്കിൽ നെറ്റ് ആവറേജ് പ്രോഫിറ്റിന് എത്ര ആണോ അതിൻ്റെ ബേസിസിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? CSR ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഓവർസൈറ്റ് ആൻഡ് സ്ട്രാറ്റജിക് ഡയറക്ഷൻ ഓഫ് എ കമ്പനി എന്ന് എഴുതി പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന എങ്ങനത്തെ ആക്ടിവിറ്റീസാണ്? ഡേ ടു ഡേ ആക്ടിവിറ്റീസാണ്. അതനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ കീ പാർട്ടിസിപ്പൻസ് ആണ് പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, ദെൻ റെഗുലേറ്റേഴ്സ്. ഈ ഓഡിറ്റേഴ്സ് വരാൻ കാരണം അവരുടെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിലാണ് ഓരോ കമ്പനീസും എന്ത് ചെയ്യേണ്ടത്? CSR ആക്ടിവിറ്റീസ് ക്യാരി ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആ കമ്പനീസിൻ്റെ ആനുവൽ ടേൺ ഓവർ അവർ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഓഡിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ടേൺ ഓവർ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് CSR ആക്ടിവിറ്റീസ് അവിടെ കമ്പനീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ആർക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നത്? ഓഡിറ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് വരുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഓഡിറ്റേഴ്സ് ഉണ്ട്, റെഗുലേറ്റേഴ്സ് ഒക്കെ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഗുലേറ്റേഴ്സും ഉണ്ട്. സെബി പോലെയുള്ള റെഗുലേറ്റേഴ്സുകളൊക്കെ വരുന്നത് എവിടെയാണ്? കോർപ്പറേറ്റ് ഗവേണൻസിനകത്താണ്. എന്നാൽ മാനേജ്മെൻറ്റ് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് ഓഫീസ് അല്ലെങ്കിൽ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, സീനിയർ എക്സിക്യൂട്ടീവ്സ്, ജൂനിയർ എക്സിക്യൂട്ടീവ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു ടേമുകളാണ് ഇവിടെ വരുന്നത് മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തുവാണ്? ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൻഡ് എൻഷുവർ കംപ്ലയൻസസ്. ഈ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആക്ടിവിറ്റീസ് എല്ലാം നിയമം അനുസരിച്ചാണോ നടത്തുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ എന്ത് പ്രൊമോട്ട് ചെയ്യണം? സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്? ഒന്ന്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതുകൂടെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ദെൻ അതുകൂടാതെ എന്ത് എൻഷുർ ചെയ്യണം? ആക്ടിവിറ്റീസ് എല്ലാം നിയമപരമായിട്ടാണോ നടത്തുന്നത്, ലോ വെച്ചിട്ടാണോ നടത്തുന്നതെന്ന് എൻഷുർ ചെയ്യുക. ദെൻ എൻവയോൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക. എന്നാൽ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ബിസിനസ്സിൻ്റെ ഗോള് അച്ചീവ് ചെയ്യുക.
ടു അച്ചീവ് ബിസിനസ് ഗോൾ അല്ലെങ്കിൽ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. ദെൻ അത് കൂടാതെ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. ദെൻ അതിൽ കൂടെ എന്തിലേക്ക് എത്തുക, ഗ്രോത്തിലേക്ക്, ഡ്രൈവിംഗ് ഗ്രോത്തിലേക്ക് എത്തുക. അതാണ് ആരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്, കീ ആക്ടിവിറ്റീസ് ആണ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് എന്തെല്ലാം ആക്ടിവിറ്റീസുകളാണ് നടത്തുന്നതെന്നുള്ളത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഒന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ദെൻ കമ്മിറ്റി മീറ്റിങ്ങുകളുണ്ട്, റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്, അവരുടെ ആനുവൽ റിപ്പോർട്ടുകളും നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ടേൺ ഓവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റേഴ്സാണ് ആ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ ആനുവൽ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ടിൽ കൂടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരെയും അറിയിക്കുക. ഇതൊക്കെയാണ് എവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് നടത്തുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റുമായി വരുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും വരുന്നത്. അതായത് പ്ലാനിങ്, ബഡ്ജറ്റിങ്, ഫോർകാസ്റ്റിങ്, ദെൻ ആ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഈ ആക്ടിവിറ്റീസ് ആയിരിക്കും എവിടെ നടത്തുന്നത്, മാനേജ്മെൻറ്റിനകത്ത് നടത്തുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു ഓരോ ആക്ടിവിറ്റീസും ആരാണ് ഒരു ആനുവൽ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ആർക്ക് ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെസ്പോൺസിബിലിറ്റി ആണ് റിപ്പോർട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മുമ്പിൽ ആ റിപ്പോർട്ട് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ഇനി മാനേജ്മെൻറ്റിനകത്ത് വരുമ്പോൾ എന്താണ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മാനേജ്മെൻറ്റ് ആണ് ആക്ടിവിറ്റീസ് ആരെ അറിയിക്കുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കുന്നത്. എന്നാൽ കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാ കാര്യങ്ങളും ആരോട് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത്, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അറിയിക്കുക എന്നുള്ളത്. എന്നാൽ മാനേജ്മെൻറ്റിനകത്തുള്ളത് എന്താണ്, മാനേജ്മെൻ്റ് ആണ് ആരെ അറിയിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്, ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെ അറിയിക്കുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കുന്ന ആരായിരിക്കും, മാനേജ്മെൻറ്റ് ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോർപ്പറേറ്റ് ഗവേണൻസും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഡിഫറൻസാണ്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് റൂൾസസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ ബൈ വിച്ച് എ കമ്പനി ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾ. അതാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്നാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അക്യൂർ ചെയ്യാൻ വേണ്ടി അവർ റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസിനെ എങ്ങനെ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ ലീഡ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ നമ്മൾ ഡിഫറൻസ് പറഞ്ഞത് എന്താണ്, പ്രൈമറി ഫോക്കസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൈമറി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എവിടെയാണ്, ഓവർസൈറ്റ് ആൻഡ് സ്ട്രാറ്റജി ഡയറക്ഷൻ. ആ ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിലായിരിക്കും അവർ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റിനകത്ത് എങ്ങനെയായിരിക്കും ആക്ടിവിറ്റീസ് വരുന്നത്, ഡേ ടു ഡേ ഓപ്പറേഷനാണ്. അതനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ആരൊക്കെയാണ് അതിനകത്ത് വരുന്നത്, പാർട്ടിസിപ്പൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് വരുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഓഡിറ്റേഴ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് വരുന്നുണ്ട്, റെഗുലേറ്റേഴ്സ് വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് വരുമ്പോൾ ആരൊക്കെയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, മാനേജേഴ്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത്, മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് പറഞ്ഞത്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു പ്രൊട്ടക്ട് ഓൾ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻക്ലൂഡ് ആരുമുണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം. അതുപോലെ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ബേസ്ഡ് ഓൺ കംപ്ലൈൻസസ്, ലോ പ്രകാരമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എല്ലാം അക്കൗണ്ടബിൾ ആണോ, ഫെയർനെസ് ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. അതാണ് ആരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതാണ് ടു അച്ചീവ് ദെയർ ഗോൾസ്, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക, ടു ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, ടു റാപ്പിഡ് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക, പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുക.
ദെൻ അതിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് മൂലമാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത്. ബോർഡ് മീറ്റിംഗ് ഉണ്ട്, കമ്മിറ്റി മീറ്റിങ്ങുകളുണ്ട്, ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് വരുമ്പോൾ എന്തൊക്കെയാണ്, പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങും പെർഫോമൻസ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ വരുന്നത്, ആ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് വരുന്നത്. ദെൻ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറിനകത്ത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ആരാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. എന്നാൽ മാനേജ്മെൻറ്റിനകത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, മാനേജ്മെൻ്റ് ആണ് ആർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിപ്പോർട്ട് കൊടുക്കുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് എങ്ങനെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ്, മാനേജ്മെൻ്റ് ആണ് ആർക്ക് കൊടുക്കേണ്ടത്, റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കേണ്ടത്. ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ട് ഒന്നുകൂടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്തതെന്ന് പറയാം. അതായത് സിമ്പിൾ ടേമിൽ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്കൊന്നുകൂടെ ഒന്ന് പറയാം. നോക്കിയേ, ഒരു സിമ്പിൾ ടേമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വേർഡായ ഗുബർ ബെയർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താണ്, ടു സ്റ്റിയർ, അതായത് യൂഷ്വലി സ്റ്റിയറിംഗ് ഓഫ് എ ഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനെ നമ്മൾ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു ഷിപ്പിനോട് കമ്പയർ ചെയ്തു. ആ ഷിപ്പിനോട് കമ്പയർ ചെയ്യാനുള്ള കാരണം ആ കോർപ്പറേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്, ആ ലാറ്റിൻ വേർഡാണ്, അതിൻ്റെ മീനിങ് ആണ് ടു സ്റ്റിയർ. അതാണ് ആ ഒരു ഷിപ്പുമായിട്ട് നമ്മൾ എന്തിനെ കമ്പയർ ചെയ്യുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസിനെ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റിയറിംഗ് വീൽ ആൻഡ് മാപ്പ് ഓഫ് എ ഷിപ്പ്. ഒരു ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീൽ അറിയില്ല, ആ സ്റ്റിയറിംഗ് വീലും അതുപോലെ ഷിപ്പിൻ്റെ മാപ്പായിട്ടാണ് എന്തിനെ കമ്പയർ ചെയ്തേക്കുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസിനെ കമ്പയർ ചെയ്തേക്കുന്നത്. അതായത് ആ ഒരു സ്റ്റിയറിംഗ് ചലിപ്പിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഷിപ്പ് മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും കമ്പനീസ് എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു മാപ്പ് കാണും, നമുക്കറിയാം ആ മാപ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് ഷിപ്പ് എന്ത് ചെയ്യുന്നത്, കടലിൽ കൂടെ ഡയറക്ഷൻസ് വെച്ച് പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, ഇന്ന റൂളിൽ കൂടെ വേണം ആക്ടിവിറ്റീസ് പോകാൻ, അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സിൽ കൂടെ വേണം ആക്ടിവിറ്റീസ് പോകാനുള്ള ഒരു മാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും കോർപ്പറേറ്റിനകത്തെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്, ക്യാരി ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്, സ്റ്റിയറിംഗ് വീൽ ആൻഡ് മാപ്പ് ഓഫ് എ ഷിപ്പായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. വിച്ച് മീൻസ് സെറ്റിംഗ് ദ കോസസ് ആൻഡ് എൻഷുറിങ് ഷിപ്പ് സ്റ്റേ ഓൺ ട്രാക്ക്. എന്തിനു വേണ്ടിയാണ് ആ സ്റ്റിയറിംഗ് നമ്മൾ നോക്കുന്നത്, കറക്റ്റ് ട്രാക്കിൽ കൂടെയാണോ ആ ഷിപ്പ് പോകുന്നത്, അവോയ്ഡ് ഹസാർഡ്നെസ്, എന്തെങ്കിലും തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതാണ് മാപ്പ് നോക്കി നമ്മൾ പോകുന്നത്. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ആ ഒരു കോൺസെപ്റ്റിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്, സ്റ്റിയറിംഗ് വീൽ ആൻഡ് മാപ്പ് ഓഫ് എ ഷിപ്പായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. ദെൻ ഇനി ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് വരുന്ന ആളുണ്ടല്ലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അദ്ദേഹമാണല്ലോ മുമ്പിൽ നിൽക്കേണ്ടത്. അദ്ദേഹമാണല്ലോ റിപ്പോർട്ട് ആർക്ക് കൊടുക്കേണ്ടത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആ ഷിപ്പിൻ്റെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ക്യാപ്റ്റൻ അല്ലെങ്കിൽ നാവിഗേറ്റർ ഓഫ് എ ഷിപ്പായിട്ടാണ് അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീലും മാപ്പ് ഓഫ് എ ഷിപ്പും ആണെങ്കിൽ ആ കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് വരുന്ന ഹൈ ലെവലിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷിപ്പിലെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്, ക്യാപ്റ്റൻ അല്ലെങ്കിൽ നാവിഗേറ്റർ ഓഫ് എ ഷിപ്പാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട് ആസ് എ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നാവിഗേറ്റേഴ്സ് ആയിട്ടാണ് ഓഫ് എ ഷിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ആൾക്കാർ ആരാണ്, മാനേജ്മെൻറ്റ്. ആ മാനേജ്മെൻറ്റിനെ ഷിപ്പിൻ്റെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്, എൻജിനും
ദെൻ ക്രൂസ് ഓഫ് എ ഷിപ്പായിട്ടാണ് ആരെ കൺസിഡർ ചെയ്തേക്കുന്നത്? മാനേജ്മെൻറ്റിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. ദ മാനേജ്മെൻറ്റ് ഈസ് ലൈക്ക് എൻജിൻ ആൻഡ് ക്രൂസ് ഓഫ് എ ഷിപ്പ്. അതാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഇറ്റ് മൂവ് ഇഫക്റ്റീവ്ലി. ആ ഒരു എൻജിന് അല്ലെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ആൾക്കാരുടെ ഇഫക്റ്റീവ്നെസ് അനുസരിച്ചായിരിക്കും അത് മുമ്പോട്ട് പോകുന്നത്. അക്കോർഡിംഗ് ടു ദ പ്ലാൻഡ് റൂട്ട്. നമുക്ക് ആ മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പ് അനുസരിച്ചിട്ടായിരിക്കും ആ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്തിട്ടുള്ളതിൻ്റെ ബേസിസിലായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു എൻജിൻ്റെയും ക്രൂ ഓഫ് എ ഷിപ്പ്, ക്യാപ്റ്റൻ അല്ലാതെ വരുന്ന ക്രൂസ് ഓഫ് എ ഷിപ്പായിട്ടാണ് ആരെ കൺസിഡർ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്ലാൻഡായിട്ടുള്ള ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ ഷിപ്പ് മുമ്പോട്ട് കൊണ്ടുവന്ന ബാക്കിയുള്ള ഷിപ്പിലെ ക്രൂസസ് ആണ്. അപ്പോൾ അതായിട്ടാണ് ആരിവിടെ ആക്ട് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്ന ആൾക്കാർ ആരാണ്? CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ബാക്കി വരുന്ന മാനേജ്മെൻറ്റ് ടീമുകളും ആരാണ്? ഷിപ്പിലെ ചീഫ് എഞ്ചിനീയേഴ്സും ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആരൊക്കെയാണ്? CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും മാനേജ്മെൻറ്റ് ടീമും ആരായിട്ട് ആക്ട് ചെയ്യുന്നത്? ചീഫ് എഞ്ചിനീയർ ആൻഡ് ക്രൂ മെമ്പേഴ്സായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഇതൊരു ഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൻ്റെ കാരണം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മാപ്പ് ഓഫ് എ ഷിപ്പാണ്. ദെൻ അതിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആ കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവിടെ ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ക്യാപ്റ്റൻ അല്ലെങ്കിൽ നാവിഗേറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ ഇഫക്റ്റീവായിട്ട് മൂവ് ഇഫക്റ്റീവ്ലി ആൻഡ് പ്ലാൻഡ് റൂട്ട്, അതായത് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ ഇഫക്റ്റീവായിട്ട് ക്യാരി ഡൗൺ ചെയ്യുക ആരാണ്? മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിനെ എന്തായിട്ടാണ് അവിടെ കമ്പയർ ചെയ്തേക്കുന്നത്? എൻജിൻ ആൻഡ് ക്രൂ ഓഫ് എ ഷിപ്പായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബാക്കി വരുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും മാനേജ്മെൻറ്റ് ടീമും ആരാണ്? ചീഫ് എഞ്ചിനീയേഴ്സും അതുപോലെ ബാക്കി വരുന്ന ക്രൂ മെമ്പേഴ്സും ആണ് ആരെന്ന് പറയുന്നത്? ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ദെൻ മാനേജ്മെൻറ്റ് ടീമും എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിൾ ടീം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കത്തും എന്താണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവിടുത്തെ എന്താണ്? പാസഞ്ചേഴ്സാണ്. ആ ഒരു ഷിപ്പിലെ പാസഞ്ചേഴ്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ബാക്കിയുള്ള എല്ലാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ പാസഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് സേഫ് ഗാർഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഓരോ ആക്ടിവിറ്റീസിനോടും അവരെന്തായിരിക്കും? ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെന്തായാലും റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ആ ഷിപ്പിലുള്ള ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റി. പാസഞ്ചേഴ്സിൻ്റെ അവരെ കറക്റ്റായിട്ട് അവരുടെ ലൈഫൊക്കെ കറക്റ്റ് സേഫ് ഗാർഡോട് വേണം പ്രൊട്ടക്റ്റ് കൊടുത്ത് വേണം അവരെ സ്ഥലത്തെത്തിക്കുക. അതാണ് ഷിപ്പിലെ ബാക്കിയുള്ള വർക്കേഴ്സിന് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. അതേപോലെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ ഒരു പാസഞ്ചറായിട്ട് വരുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇത്രയും ഒരു ഓവർവ്യൂ ആണ് നമ്മൾ എന്തിനെപ്പറ്റി പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റി പറയുന്നത്. ഇതും കൂടെ ഒന്ന് ഓർത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മേ ബി ചിലപ്പോൾ ചോദിച്ചേക്കാം ഓരോ എന്തായിട്ടാണ് ആക്ട്. കാരണം ആ ഒരു ഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത വാക്കിൽ നിന്നാണ് ആ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് ഡിറൈവ് ചെയ്തത് കൊണ്ടാണ് കമ്പയർ ടു ഷിപ്പുമായിട്ട് ആ ഓരോ ടേമിനെ എന്ത് ചെയ്തേക്കുന്നത്? കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഏതാണ്? ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ആരാണ്? അഡ്രിയാൻ കാഡ്ബറി. വർഷം എന്നാണ് 1992. ആ ഒരു ഡെഫിനിഷൻ, ദ വേ ഇൻ വിച്ച് കമ്പനീസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്, അതാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ്. പിന്നെ ഓർക്കേണ്ട ആ ഒരു ഡിറൈവ് ചെയ്ത വാക്കാണ് ലാറ്റിൻ വേർഡ് ഗുബർ ബെയർ വിച്ച് മീൻസ് സ്റ്റിയർ ആണ്. യൂഷ്വലി സ്റ്റിയറിംഗ് ഓഫ് എ ഷിപ്പ് എന്നാണ് പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസസ് ആൻഡ് റെഗുലേഷൻ ബേസ്ഡ് ഓൺ ദ കമ്പനീസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്, അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ടു എൻഷുർ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിൾ, എത്തിക്സ്, ഫെയർനെസ് ആണോ എന്ന് നോക്കുക. അതിൻ്റെ പർപ്പസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെറ്റിംഗ് റൈറ്റ് ഗോള്, സെലക്ടിങ് റൈറ്റ് പാത്ത്, മേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ്, ഡൂയിങ് റൈറ്റ് ആക്ഷൻസ്. അതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റോളായിട്ട് പർപ്പസ് ആയിട്ട്
ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? മാനേജ്മെൻറ്റും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞായിരുന്നു. ദെൻ ഇത് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ കമ്പാരിസൺ ടു എ ഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീലും മാപ്പ് ഓഫ് എ ഷിപ്പാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നു. അതിൽ വരുന്ന ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്? ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നാവിഗേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്യാപ്റ്റൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മൂവ് ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആരെന്ന് പറയുന്ന മാനേജ്മെൻറ്റ്. സോ അത് എന്തിനോടാണ് കമ്പയർ ചെയ്തേക്കുന്നത്? എൻജിൻ ഓഫ് എ ഷിപ്പും ക്രൂ ഓഫ് എ ഷിപ്പുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്തേക്കുന്നത്. ദെൻ ബാക്കി വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും മാനേജ്മെൻറ്റ് ടീമും ആരായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്? ചീഫ് എൻജിനീയേഴ്സും ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് എന്തിനെ കമ്പയർ ചെയ്തേക്കുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനെയും മാനേജ്മെൻറ്റ് ടീമിനെയും കമ്പയർ ചെയ്തേക്കുന്നത്. ദെൻ പാസഞ്ചർ ആരാണ്? അവിടുത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത്.